ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതെ ഗൈസ്, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ്. കേക്ക് കിട്ടും. ഇന്ന് നമ്മുടെ ഒരു കൂടെ പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതല്ല, സ്പെഷ്യൽ ഗസ്റ്റാണ്. കാണിക്കല്ലേ? കാണിക്കാം. മീറ്റ് മിസ്റ്റർ കുട്ടപ്പൻ, അല്ല അപ്പുക്കുട്ടൻ. മീറ്റ് മിസ്റ്റർ അപ്പുക്കുട്ടൻ. ഹായ് പറഞ്ഞേ. സ്ട്രൈക്കിന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ബൈ ബൈ. പാത്രയാണ് അപ്പുക്കുട്ടൻ. പാവയാണ് ചേച്ചി. ചേച്ചി ചേച്ചി ചേച്ചി. ഈ കേക്ക് കണ്ണാടി വേണം. കയ്യിലുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചിരി നോക്കിയേ. ഞാൻ കൊണ്ടുവന്നെയാണ്. ഐശ്വര്യം തുളുമ്പുന്ന മുഖം. മൊട്ടത്തല വേറൊരു സാധനം ഉണ്ടേ. തൊപ്പി എടുത്തോ. ക്രിസ്മസ് ആയതുകൊണ്ടാണ്. ഇതുണ്ടോ വള്ളിട്ടുണ്ട്. ഇത് അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഞാൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ കാണില്ലായിരുന്നു. ഇതിൽ ബാറ്ററി ഉണ്ടെങ്കിൽ ഇത് ഞെക്കിയാൽ ഇങ്ങനെ ചിരിക്കുന്ന ശബ്ദം കേൾക്കാം. പക്ഷെ ബാറ്ററി ഇട്ടിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി ആൾക്കാർ വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ. അതെ, പാവനെ കാണിക്കാൻ വിചാരിച്ചത്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ചേച്ചിമാർ വന്ന് എടുത്തോണ്ട് പോകും. കാണിക്കാൻ കുട്ടിയുടെ എടുത്തുണ്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ദേവനന്ദ എത്തിയിട്ടുണ്ട്. അതിന് എത്തിയിട്ടുണ്ട്. ഇതുവരെ പരിപാടി തുടങ്ങിയില്ല. സ്റ്റാർ മേക്കിംഗ് മാത്രമേ തുടങ്ങിയുള്ളൂ. അപ്പം നമ്മളിപ്പോഴും ക്ലാസ്സിൽ തന്നെ നിൽക്കുകയാണ്. പരിപാടി തുടങ്ങുമ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഒറ്റ ഓർത്തിട്ട് പരിപാടിയൊക്കെ കാണാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ പോയി നോക്കാം. നമുക്ക് താഴെ പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ അവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അതുകൊണ്ട് വിചാരിച്ച് ഇവിടെ ഇതുവഴിയൊക്കെ ഒന്ന് നടക്കാമെന്ന്. അപ്പം ദേവന്ത നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നെന്താണ് നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ? എന്താണ് നമുക്ക് കാണാൻ പറ്റും? എന്തോ കരോള്, ഗാനങ്ങൾ, അങ്ങനെ എന്തൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. യെസ്, എല്ലാം സർപ്രൈസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാലാഖമാർ 2 പേർ. നിങ്ങൾ ചിറകൊന്ന് എടുത്തോ? നമ്മുടെ മാലാഖ. ഈ മുഖമൊന്ന് തിരിച്ചേ. നമ്മുടെ ആജൻ. ഇത് നമ്മൾ അന്ന് സീസണിൽ കണ്ട കുട്ടിയാണ്, കൃതികയും ആര്യ. മാതാവ് ദേവി കൃഷ്ണ. രാജാവ് അവർ ഭയങ്കര ഇൻവേർട്ടറാണ്. അതുകൊണ്ട് അവർ തിരിഞ്ഞില്ല. ഇവരൊക്കെ നേരത്തെ കോളേജിലെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാട്ടൊക്കെയാണ് കഴിഞ്ഞു. ഇത് നടക്കുന്നപ്പോൾ ഞാൻ വീഡിയോ ആക്കി എടുക്കാൻ. ഗൈസ്, ലക്കി ഡ്രോ എടുത്ത് നമ്മുടെ കൃഷ്ണയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതാ കൃഷ്ണയാണത്. ഗൈസ്, നമ്മുടെ കൃഷ്ണയ്ക്കാണ് ലക്കി ഡ്രോയിൽ കിട്ടിയിരിക്കുന്നത്. ഗൈസ്, കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ 1500 രൂപ തേർഡ് പ്രൈസ് അടിച്ചു. എൻ്റെ വിറയിൽ ഇതുവരെ ഞാൻ പറഞ്ഞായിരുന്നു 1000 രൂപ. ലോകം കാണിച്ചിട്ട് 3 പ്രൈസും കൊമേഴ്സിന്, 2 കൊമേഴ്സിന്. അതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊമേഴ്സ്, സെക്കൻഡ് തേർഡ് D2, ഫസ്റ്റ് D3. അതെ, കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. കരോളിൻ്റെയും ദേവിക്കുട്ടിൻ്റെയും അത് ഒരുമിച്ചായിരിക്കും. പിന്നെ സാന്റാക്ലോസിൻ്റെ പെർഫോമൻസ് കോമ്പറ്റീഷൻ.
വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ്. പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ആണ് അറിയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ ലൈവ് സ്ക്രിപ്റ്റിന് ഫസ്റ്റ് നമ്മുടെ കൊമേഴ്സിനും പിന്നെ സാന്റാക്ലോസിനും പാട്ടിനും കിട്ടിയിരിക്കുന്നത് കെമിസ്ട്രി മലയാളമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് കരോണിനും കൊമേഴ്സിനും തന്നെയാണ് പ്രൈസ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മലയാളത്തിന് കെമിസ്ട്രിക്ക് കിട്ടിയത് ക്രിസ്മസ് പപ്പടേനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റെപ്പിലൂടെ കയറിയാൽ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. ശ്രീഷ്മേനെ ഞാൻ ഇതുവരെ പറഞ്ഞു, ശ്രീഷ്മ വന്ന കാര്യങ്ങളൊന്നും. ഫാൻസ് ഉണ്ടോ ഗൈസ്? ഉണ്ട്. ശ്രീഷ്മയുടെ ഫാൻസ് കമന്റ് ചെയ്യുക ഗൈസ്. കമന്റ് ചെയ്യാം. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്പോട്ടാക്കി ഇവിടെ നല്ല അലങ്കരിച്ചിട്ടിട്ട് അവിടെ ഇവിടെ വേടനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര താമസിച്ച് ഞാൻ വേടനെ ഒരു വീഡിയോയിൽ കയറ്റുന്നത്. Good afternoon to one and all listeners. നമുക്ക് ആദ്യം തന്നെ ഒരു കരോൾ സോങ് കേട്ടാലോ? സ്നേഹത്താലെ രാജാതി രാജനേ എന്റെ മാർഗദീപമേ.
മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ ഇതൊക്കെ എന്റെ തലയിലാവൂലോ. വിണ്ണിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡടിയോ പാരാകെ ഊരാകെ പല വഴികളിലെ വകകളിൽ ഒരു ചിരിക്കത് ഉള്ളാകെ പൊതുതനപതിലൊളിച്ച് തന്ന ചെറുപടയുടെ മനവിധരാവാനേ നേരാനേ പട്ട പമ്പന്തങ്കി കാത്തിടുന്നവർ കാലംബമാകും കാൽവരിയില കണ്ണീര് മായ്ക്കും കണ്ണിൽ മെന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ അപ്പം നമ്മുടെ ക്രിസ്മസ് പരിപാടിയെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. അതെ അതെ ശരി, നമ്മൾ ന്യൂ ഇയർ ആകുമ്പോഴേ കാണും. അടുത്ത വർഷം ഇനി കാണാം. അടുത്ത വർഷം കാണാം. ആദിത്യയും ശ്രീഷ്മയും ഞങ്ങളെ കൂട്ടാതെ നടന്നു. ഇത് നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ. ഇപ്പോൾ ഇങ്ങനെ വേഷമൊക്കെ ധരിച്ചിട്ടുണ്ട്. രാജാക്കന്മാരും ക്രിസ്മസ് അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. ഇത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ. കുറേ പേര് പോകുന്നു. പരിപാടി തുടങ്ങിയോ എനിക്കറിയാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സാധിച്ച് ഭയങ്കര തിരക്കാണ്. നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയാൽ പോരെ.